അയ്യോ തുടങ്ങാം. എവിടെ വരായി? ഞാനൊന്ന് ഓടിച്ചിട്ടില്ലേ? മൊത്തത്തിലൊന്ന് നോക്കിയോ? മൊത്തത്തിൽ വായിച്ചു. ഓക്കെ. അപ്പോ നമുക്ക് എന്താണ് ഇപ്പൊ ചെയ്യേണ്ട? പോസിബിലിറ്റീസ് ആൻഡ് പ്രോബബിലിറ്റീസ് meet in the matrix of relation relata. Relation and relata എന്ന് പറയുമ്പം അതില് രണ്ട് ടേംസ് വരുന്നുണ്ട്. പോസിബിലിറ്റീസ് ആൻഡ് പ്രോബബിലിറ്റീസ്. ഒന്ന് meet in the matrix of relation relata. അപ്പോൾ റിലേറ്റ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? Relation is the property connection between things that are related. Relation can be thought of as a property. അല്ലേ? എന്നിട്ട് relata are the things which are related. അപ്പോൾ അങ്ങനെ വിചാരിക്കാം. കാരണം അതാണ് നമ്മള് ഇതിനകത്തൊരു പോയിന്റില് അത് it will be like this. I'll read it out. That is, relations are ways in which things are the relata stand to each other. Relations are the ways in which the things called the relata stand to each other. Relations are in many ways similar to properties in that both characterize the things they apply to. Properties are sometimes treated as a special case of relation involving a special case of relations involving only one relative. ഒരു തിങ്ങേ കാണത്തുള്ളൂ, a single thing, and that will be related. അപ്പോൾ many things can be related to each other, പലതിന്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ ഇവിടെ പറയുമ്പം ഇതിന്റെ മീനിങ് എന്തായിരിക്കും? പോസിബിലിറ്റീസ് ആൻഡ് പ്രോബബിലിറ്റീസ് മീറ്റ് ഇൻ ദ മാട്രിക്സ് ഓഫ് റിലേഷൻ റിലേറ്റ. പോസിബിലിറ്റീസും പ്രോബബിലിറ്റീസും, അതായത് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് നടക്കും, പ്രോബബിലിറ്റി മേ ഹാപ്പൻ, ലൈക്ലി ടു ഹാപ്പൻ. ഇങ്ങനത്തെ രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് എവിടെ വെച്ചാ നടക്കുന്നത്? ഇൻ ദ മാട്രിക്സ് ഓഫ് റിലേഷൻ റിലേറ്റ. അപ്പോൾ പല കാര്യങ്ങൾ ഈ പ്രകൃതിയിൽ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളില് അവ തമ്മിലുള്ള കണക്ഷൻ, അതിനെക്കുറിച്ച് ഉള്ള അത് നടക്കുന്നത്, ആ സംഭവം നടക്കുന്നതും ചില ട്രൂത്ത്സ് മനസ്സിലാക്കുന്നതും അതൊക്കെ എവിടെ നടക്കുന്നതെന്നുള്ളത് ആ മാട്രിക്സിനെ കുറിച്ച് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട. മാട്രിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ആബ്സല്യൂട്ട് യൂണിഫൈഡ് ഫീൽഡ് ഓഫ് what you call that absolute എന്ന് പറയാം. No, not unified, we can say the unitive or the central absolute in the field എന്ന് പറയാം. അപ്പോ പിന്നെ പറയുന്നവരെന്താണ്, ആ പ്രീ സോക്രറ്റിക് ഫിലോസഫേഴ്സ് അവര് പറഞ്ഞതുപോലെ ട്രൂത്ത്സ് ഉണ്ടാവും. അതായത് പ്രൂഫ്സ് കിട്ടുമ്പം പ്രൂഫ്സിന് അതിൻ്റെതായ ഒരു ട്രൂത്ത് ഉണ്ടാവും. അത് ദാറ്റ് ഈസ് കമ്പാറ്റബിൾ വിത്ത് ദ ആബ്സല്യൂട്ട്. അപ്പോൾ പിന്നെ അങ്ങനെയുള്ളപ്പം ആ കമ്പാറ്റബിൾ വിത്ത് ദ ആബ്സല്യൂട്ട്, ആ ട്രൂത്ത് അങ്ങനെ വരുമ്പോൾ ഇവരുടെ ഈ ഫിലോസഫീസൊക്കെ അവര് പിന്നെ ഒബ്സർവേഷനിൽ നിന്നും, സയന്റിഫിക് ഒബ്സർവേഷനിൽ നിന്നും അവർക്ക് കിട്ടുന്ന ചില വാട്ട് ഈസ് എ വെർട്ടിക്കൽ, അതായത് ഹോറിസോണ്ടൽ ആയിട്ടുള്ളതിന്റെ അതിൽ നിന്ന് വെർട്ടിക്കൽ പോളിൽ നിന്ന് അവിടെ നിന്ന് കിട്ടുന്ന ആ പിന്നെ ആബ്സല്യൂട്ടിന്റെ ആ ലെവലിൽ നിന്ന്, ആ ഇന്റലിജൻസ് ലെവലിൽ നിന്നും, സ്പെക്കുലേഷനിൽ നിന്നും കിട്ടുന്ന ചില ട്രൂത്ത്സ്, വാലിഡ് ട്രൂത്ത്സ്, ദാറ്റ് ഈസ് എന്തുമായിട്ട് പൊരുത്തപ്പെടുന്നു? ആ ആബ്സല്യൂട്ട് എന്ന് പറയുന്ന ആ ഫീൽഡുമായിട്ട് പൊരുത്തപ്പെടുന്നു. കാരണം അത് കോൺഷ്യസ്നെസ് ലെവലിൽ നിന്നാണ് അവർക്കത് ഉണ്ടായി വരുന്നത്. അപ്പോ
അവിടെ പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. So when such proofs അല്ലെങ്കിൽ അവരുടെ ആ theories, it belongs to the absolute, which is the seat of double certitude. അത് ഉറപ്പുള്ളതാണ് അവരുടെ പിന്നെ തിയറീസ് അല്ലെങ്കിൽ അവരുടെ സിദ്ധാന്തങ്ങൾ. ബോത്ത് അപ്പൊ അതിനകത്ത് അടുത്തത് പറയുന്നുണ്ട് എങ്ങനെ ഒരു സർട്ടിറ്റ്യൂഡ് ഉണ്ടെന്ന് പറയുന്നത്. ബോത്ത് ദ പെർസെപ്ച്വലി അണ്ടർസ്റ്റുഡ് sets of relation-related complexes treated together with their conceptual sets of counterparts is the totality of the content of consciousness. അപ്പോൾ അവരുടെ സെൻസസിൽ നിന്നും പെർസെപ്റ്റിൽ നിന്നും അവർ കണ്ടെത്തിയതും പെർസെപ്ഷനിൽ നിന്നും കണ്ടെത്തിയതും അവര് ആ ആബ്സല്യൂട്ടിന്റെ തലത്തിൽ നിന്ന് കോൺഷ്യസ്നെസിന്റെ ലെവലിൽ നിന്ന് അവര് കൺസെപ്റ്റ്സ് അവർക്കുണ്ടായത് ഇത് രണ്ടും ആണ് അവരുടെ ഒരു ടോട്ടാലിറ്റിയിൽ ഉള്ള ആ കോൺഷ്യസ്നെസിന്റെ ലെവലിൽ നിന്നാണ് അത് രണ്ടും എന്തോ ചെയ്യുന്നത്. നമുക്ക് എന്താ പറയാം, രണ്ടും ഒപ്പോസിങ് ആണെങ്കിൽ അത് ഒറ്റ ഒരു ഫീൽഡിൽ വന്ന് it gets juxtaposed like. എന്തായാലും ഇവരൊക്കെ ഡിസ്കസ് ചെയ്തെന്ന് പറയുന്ന ഒരു പുകമറയാണ് ഈ നോമിനലിസം എന്ന് പറയുന്നത്. അതിനെ കുറിച്ച് നമുക്ക് സർട്ടിറ്റ്യൂഡ് ഒന്നും ഇല്ല. എന്താണ് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? എന്താണ് ഒരു നോമിനലിസ്റ്റിക് നോഷനിൽ എത്തണമെന്ന് പറയുന്നത്? അപ്പോഴാണ് ഇദ്ദേഹം ശങ്കരയുടെ ഫിലോസഫി ഒക്കെ പറയുന്നത് അല്ലേ? End of the presentation, we have said enough to make all these bold ideas come with the reach of acceptability for us in our attempt to reconstruct science of absolute. You'll notice that we are here standing on a very subtle ground to be understood only, as Sankara said, by those persons endowed with the quality of ഊഹാ അപോഹ. അപ്പൊ ഊഹ എന്ന് പറയുന്നത് സ്പെക്കുലേഷൻ ആണ്. സർട്ടിറ്റ്യൂഡ് ഇല്ലാത്ത ഒരു റീസണിങ് that shows the relationship between two objects. ഇൻറ്റ്യൂട്ടീവ് ഇമാജിനേറ്റീവ് മൈൻഡ് ആണ്. എന്നുവെച്ചാൽ ഊഹാപോഹങ്ങൾ എന്ന് പറയുന്നത് സർട്ടിറ്റ്യൂഡ് അപോഹം എന്ന് പറയുന്നത് മറ്റേത്. ഇപ്പൊ ആദ്യത്തെ കണക്ഷൻ ആണെങ്കിൽ കാണിക്കുന്നത്, മറ്റേന്ന് എന്താ ഡിസ്കണക്ഷൻ ആണ് കാണിക്കുന്നത്. അതെന്ന് പറയുന്നത് പിന്നെ ഇന്ന് അന്വയ അല്ലേ? അത് അന്വയ അതല്ലേ അമ്മ പറയുന്നത്? അത് ഊഹാപോഹ എങ്ങനാണെങ്കിൽ മറ്റേത് അന്വയ വ്യതിരിക അങ്ങനെയും പറയുന്നു, ദ ടെക്നിക്കൽ നെയിം. അപ്പൊ ഇത് വേദാന്തത്തിലുള്ളതാണ്. വേദാന്തിക് ഈ പഞ്ചദശയില് ഇതിന് ഇതേ കാര്യമാണ് അന്വയ വ്യതിരേക എന്ന് പറയുന്നത്. അതും ഇത് തന്നെ ഒന്ന് പിന്നെ കണക്ട് ചെയ്യിക്കുന്നത്, യോജിപ്പിക്കുന്നത്. അപ്പൊ ഈ ഡബിൾ സൈഡ് എന്ന് പറയുന്നത് പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് നമ്മൾ എടുക്കാനായിട്ട് നമുക്ക് രണ്ട് സൈഡിൽ നിൽക്കുമല്ലേ? അത് തന്നെ. ഇപ്പൊ നമ്മുടെ തന്നെ ഡയലക്റ്റിക്കൽ അല്ലേ, ഒരിടത്ത് ഒപ്പോസിംഗ് ആയിട്ട് ഉള്ള ഒരു രീതി. അതായത് ഇപ്പം ബാഹ്യമായിട്ട് കാണുന്ന സാധനം നമ്മള് എന്താണ് വിസിബിൾസിൽ നിന്നും വരുവാണെങ്കിൽ, അല്ലെങ്കിൽ പെർസെപ്ഷൻസിൽ നിന്നും വരുവാണെങ്കിൽ ബാഹ്യമായിട്ട് നിൽക്കുന്നു. അങ്ങനെ എക്സ്പീരിയൻസ് ആ തരത്തില്. പക്ഷെ വേറെ ഒരു രീതി പോകുകയാണെങ്കിൽ നമ്മൾ സ്പെക്കുലേഷൻ ചെയ്ത് മറ്റേ ഡയലക്റ്റിക്കൽ ആയിട്ടുള്ള ഒരു റീസണിങ്ങിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം നമ്മൾ ഡിസ്കഷൻ ഇതുവരെ ചെയ്തത് രണ്ട് വശങ്ങളുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ്, അല്ലെങ്കിൽ രണ്ട് ക്വാർട്ടർ ഓഫ് സൈഡ്സ് ഓഫ് എ പെൻഡുലം ഉണ്ട്. അങ്ങനെ വരാം. അപ്പം ഈ അന്വയ വ്യതിരികയില് ശരിക്കും ഈ പഞ്ചകോശങ്ങളുമായിട്ട് ബന്ധമുണ്ട് അല്ലേ ഈ പറയുന്നത്? കാരണം ഈ ഗ്രോസ് ബോഡിയും സബ്റ്റിൽ ബോഡിയുമായിട്ട്
നമുക്ക് അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് കണക്ഷൻ ഉണ്ട്, കണക്ഷൻ ഇല്ല എന്നുള്ള രീതിയിലും പറയാം. അതിനകത്ത് എന്ന് പറയുന്നത് കണക്ഷൻ ഉണ്ട്, അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നു. മറ്റേത് ഡിസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നു ഉള്ള ഒരു രീതി വരും. അപ്പൊ അങ്ങനെ നോക്കിയാല് ഈ നമ്മളുടെ ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് the principal substance is all pervading. പക്ഷേ but when it transforms, it transforms അത് അന്വയ. It's all pervading. It's connecting all the forms in the universe, in the cosmos. It's connecting it. പക്ഷേ when they say that its transformation, the transformation of this is into different forms, that is distinct. It is distinct. Each of these, when you take all the various forms, the transform ചെയ്ത് ഓരോരോ രൂപമായിട്ട് മാറുമ്പം it is distinct. അപ്പൊ അങ്ങനെ വരുമ്പം അത് യോജിക്കുന്നത് പോലെ അല്ലല്ലോ, സെപ്പറേറ്റ് ആകുന്നത് പോലെ അല്ലേ, ഡിഫറിങ് പോലെ അല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് അതായത് ആട്രിബ്യൂട്ട്സ് എന്നായിട്ടുള്ളത് ഡിഫറെന്റ് ഫോംസ് വ്യതിരിക ആണെങ്കിൽ അന്വയ ഇസ് ദ സുപ്രീം വിച്ച് കണക്ട്സ് എവ്രിവേ വിച്ച് ഇസ് ഓൾ പെർവേഡിങ്. അതിന്റെ ഡിസ്റ്റിങ് ഫോംസ് ഒക്കെ ഓരോരോ രൂപങ്ങൾ അതൊക്കെ വ്യതിരിക ആണ്. അതാണ് നമ്മൾ ആ രീതിയിൽ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ മാലയുടെ മുത്തുമാല കോർത്ത് ബൈൻഡ് ചെയ്യുന്ന ഒരു മാലയാണ്, അത് കണക്ട് ചെയ്യുന്നു രണ്ടിനെയും, മുത്തിനെയും പിന്നെ നൂലിനെയും. പക്ഷെ പിന്നെ നമ്മൾ പറയുമ്പം മുത്ത് സെപ്പറേറ്റ് ആണ്, പിന്നെ നൂല് സെപ്പറേറ്റ് ആണെന്ന് പറഞ്ഞാൽ മാലയ്ക്കകത്ത്, അപ്പൊ അത് സെപ്പറേറ്റ് ആണ്, വ്യതിരേകമാണ്. അതായത് സിമ്പിൾ എക്സാമ്പിൾ അവിടെ ഏതാണ്ട് കാണിച്ചത്. പിന്നെ അത് ഇറ്റ്സ് അപ്ലൈഡ് ടു വാട്ട് യു കോൾ ദാറ്റ്. അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം, മൈൻഡ് ഹാസ് ലോട്ട് ഓഫ് ദ്വന്ദ്വാസ്. it also thinks, it thinks constantly, mind thinks, speculate. ഇപ്പൊ നമ്മുടെ ശരീരം എടുത്താൽ തന്നെ നമുക്ക് സ്ഥൂല ശരീരം, കാരണ ശരീരം, ഇത് രണ്ടും ഉണ്ട്. അപ്പം മെറ്റീരിയൽ ബോഡി നമ്മൾ എടുക്കുകയാണെന്ന് വെച്ചോളാം. അപ്പൊ മെറ്റീരിയൽ ബോഡി നമുക്ക് സ്ഥൂലമാണ്, നമുക്ക് അത് പെർസെപ്ഷന്റെ ലിമിറ്റിൽ നമുക്ക് നിൽക്കുന്നതാണ്. ഇപ്പം കാരണ ശരീരം, ഇപ്പൊ നമ്മൾ അതിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് സബ്റ്റിൽ ബോഡിയിലേക്ക് പോയി. അപ്പം ഈ പറയുന്ന ഈ ബോഡി തന്നെ നമുക്ക് ഈ പഞ്ചകോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണല്ലോ. അപ്പം പഞ്ചകോശങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം അന്നമയ കോശം മെറ്റീരിയൽ ബോഡി, പ്രാണമയ കോശം എന്ന് പറയുന്നത് നമ്മുടെ പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, പിന്നെ അപ്പം ഈ പറയുന്ന ഈ ആനന്ദമയ കോശവും ഈ 5 പഞ്ചകോശങ്ങളിലകത്തും ഈ ആത്മാവ് എന്ന് പറയുന്ന സാധനം കുടികൊള്ളുന്നുണ്ട്. എന്നാൽ ഈ പഞ്ചകോശങ്ങൾ ഇല്ലെങ്കിലും ആത്മാവിന് നിലനിൽപ്പുണ്ട്. നിലനിൽപ്പുണ്ട്. അപ്പോൾ ആത്മാവ് എല്ലാത്തിലും അത് അന്വയാണ്. എന്നാൽ ഇതൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അങ്ങനെ പറയുമ്പം നമ്മൾ പഞ്ചകോശങ്ങളിൽ അടങ്ങിയിരിക്കുന്നു, അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു. അത് അടങ്ങിയിരിക്കുന്നു. പഞ്ചകോശങ്ങള് അതിന്റെ അകത്ത് അടങ്ങിയിരിക്കുന്നു. അപ്പൊ അത് അന്വയ. ഇനി വ്യത്രിക എന്ന് പറയുന്നത് ഈ അല്ല, പഞ്ചകോശങ്ങൾ ഇല്ലെങ്കിലും ആത്മാവിന് നിലനിൽപ്പുണ്ട്. അത് വ്യത്രികയാണ്. വ്യത്രിക അതായത് ഈ പഞ്ചകോശങ്ങൾ ഇല്ലെങ്കിൽ തന്നെയും ആത്മാവിന് നിലനിൽപ്പുണ്ട്. നെഗറ്റീവ് ഇതിൽ വരുവാണ്. അന്വയ യോജിപ്പിക്കുന്നതും വ്യക്തിക വിയോജിപ്പിക്കുന്നതും അല്ലേ? അപ്പോ സ്റ്റേറ്റില് കണക്റ്റിംഗ് സ്റ്റേറ്റില്
നമുക്ക് ഇപ്പൊ 3 സ്റ്റേറ്റ് എടുക്കാം. നമുക്ക് നമ്മുടെ വേക്കിംഗ് സ്റ്റേറ്റ്, നമ്മുടെ ഡ്രീം സ്റ്റേറ്റ്, സ്ലീപ്പിംഗ്, ഈ 3 സ്റ്റേറ്റ് എടുത്താൽ തന്നെ നമുക്ക് വേക്കിംഗ് സ്റ്റേറ്റിലായാലും നമുക്ക് എന്താണ് ആ കോൺഷ്യസ്നെസ് ഉണ്ട്. എന്നാല് നമ്മൾ വേക്കിംഗ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ അവേക്കൺ അല്ലെങ്കിൽ തന്നെയും വി ഹാവ് ദാറ്റ് കോൺഷ്യസ്നെസ് വിത്തിൻ യു. സ്ലീപ്പ് സ്റ്റേറ്റ് ആയാലും അത് തന്നെയാണ് നമുക്ക് സ്ലീപ്പിംഗ് സ്റ്റേറ്റ് ആയാലും ഡ്രീമിംഗ് സ്റ്റേറ്റ് ആയാലും. അപ്പൊ ഇതെല്ലാം കണക്ട് ചെയ്യിക്കുന്നതാണിത്. അപ്പം അതാണ്. അപ്പൊ ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഈ പറയുന്ന 2 ധ്രുവങ്ങളിലായാലും അത് നിലനിൽക്കുന്നുണ്ട്. അപ്പം അതിന്റെ ഒരു എക്സാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതിനെ നമുക്ക് ഈ പറയുന്ന ഊഹാപോഹ ആ ഒരു ഇത് വെച്ചിട്ട് മാത്രമേ നമുക്ക് അതിനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് നോമിനലിസ്റ്റിക് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും ഒരു എക്സാറ്റിറ്റ്യൂഡ് ആയിട്ട് നമുക്ക് ഈ പറയുന്ന വേദാന്തിക് ലാംഗ്വേജിന്റെ രീതിയിൽ നമുക്കൊരു പദപ്രയോഗം എടുക്കേണ്ടി വരും. കാരണം അങ്ങനെ മാത്രമേ ആ നോളജിനെ നമുക്ക് അസിമുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. Intuition and a little bit of ബാക്ക്വേർഡും ഫോർവേഡും പോണം. ഡയലക്ടിക്കൽ തിങ്കിങ് അങ്ങനെ പോയാലേ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു വശത്തോട്ട് ഇതിനെല്ലാം കണക്ട് ചെയ്യുന്നു, മറുവശത്തോട്ട് നോക്കിയാൽ കണക്ഷൻ ഭാഗം നോക്കാതെ ഇതുങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത് അതും ആക്സെപ്റ്റ് ചെയ്യാതെ ആ ഒരു വേ ഓഫ് തിങ്കിങ്ങും 2 വേ ഓഫ് തിങ്കിങ്ങും നമുക്ക് വേണ്ടി. അതാണ് നമ്മൾ വേദാന്തിക് ഇതിൽ പറയുന്ന ആ ഒരു എക്സ്പോസിഷൻ തന്നെയാണ് ഇതിൻ്റെ അകത്തും ഉള്ളതെന്നാണ് ഈ പല അന്വയും വ്യത്രികയും കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അത് ഈ പഞ്ചദോഷങ്ങളുടെ എക്സാമ്പിൾസ് എടുത്താലും നമുക്കത് വളരെ വ്യക്തമാണ്. അപ്പൊ ഇതിനകത്ത് പറയുന്നത് ഇതിങ്ങനെ വരുന്നത് റീസണിങ് മൂവ്സ് വെരി സട്ടിലി. ഇതിങ്ങനെ വരുമ്പോൾ 2 രീതിയിൽ ഡയലക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പം ഡയലക്ടിക്കൽ തിങ്കിങ്ങില് വാട്ട് ഈസ് ഇറ്റ് ഹാപ്പനിങ് ഇസ് ദാറ്റ് വി മൂവ്. ഒന്നുകൂടി പറയാം. നമ്മൾ ഉറങ്ങുവാണ്, കിടന്ന് ഉറങ്ങുമ്പോൾ അപ്പം ഈ ഡീപ് സ്റ്റേജിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ തന്നെയും നമ്മൾ അത് കറക്റ്റാ വേണ്ടാതിരിക്കില്ലെങ്കിൽ തന്നെ നമ്മൾ നല്ല ഉറക്കത്തിലേക്ക് പോവാന്ന് അത് എങ്ങനെ പറഞ്ഞാലും മതിയാവും. അപ്പം നമ്മൾ ആ സമയത്ത് നമ്മൾ ആക്ച്വലി നമ്മൾ ഈ പറയുന്ന കംപ്ലീറ്റ് നമ്മൾ ആ മെറ്റീരിയൽ അല്ല ബോഡിയുടെ നമ്മൾ ഇല്ല, കോൺഷ്യസ് അല്ല. പക്ഷേ കോൺഷ്യസ് അല്ലെങ്കിൽ തന്നെ നമ്മുടെ എല്ലാ പ്രോസസ്സും ബ്രീത്തിങ്ങും ബാക്കി കാര്യങ്ങളും അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. അപ്പം ദാറ്റ് ഷോസ് ദാറ്റ് ആത്മൻ എന്ന് പറയുന്ന സംഭവം അതിൻ്റെ അകത്തുണ്ട്. എന്നാൽ നമ്മൾ ഈ പറയുന്ന ഹയർ ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ അത് എന്താണ് നമ്മൾ ഒരു ട്രാൻസ്ഡെൻഡൽ സ്റ്റേറ്റ് വേദാന്തിക് ടേംസിൽ നമ്മൾ സമാധി അവസ്ഥ അതൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാലും ആ സമയത്ത് നമുക്ക് ആ സൂപ്പർ കോൺഷ്യസ് സ്റ്റേറ്റ് വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് നമുക്ക് എന്താണ് ആ ഡീപ് സ്ലീപ്പ് സ്റ്റേറ്റിൻ്റെയും അല്ലെങ്കിൽ മെറ്റീരിയൽ ബോഡി സ്റ്റേറ്റിൻ്റെയും എല്ലാം നമ്മൾ പോയി മറ്റേ ഈവൻ ഈ ആനന്ദമായ ആഘോഷം ഒക്കെ ബി റിലേറ്റഡ് ടു ദാറ്റ് അല്ലേ, റിലേറ്റ് ചെയ്ത് പോകാൻ പറ്റും. കാരണം വെദർ ഐ എം ഗോയിങ് ടു മച്ച് ഐ ഡോണ്ട് നോ. പക്ഷെ ആ ഇരിക്കുന്ന സമയത്ത് ആ പറയുന്ന ആ ഒരു ആത്മബോധം അവിടെ നിലനിൽക്കുന്നുണ്ട്. അല്ല ഞാൻ ആ പറയുന്ന മെറ്റീരിയൽ ബോഡി ശരിക്കും മെറ്റീരിയൽ ബോഡിയിൽ മാത്രമാണ് നിന്നത് അല്ലേ എക്സ്പ്ലനേഷൻ. ആ കോൺസെപ്റ്റ് മെറ്റീരിയൽ ബോഡി അതിനകത്തെ സെൻസസ് ഓഫാണ്, അതിനകത്തെ മൈൻഡ് ഓഫാണ്. അതുകൊണ്ട് ഇത് രണ്ടും ഓഫ് ആയതുകൊണ്ടാണ് when you are in the deep sleep state also you do not know, you can't sense that you are in with your senses you can't sense you are in deep sleep, but you are in deep sleep.
but deep sleep is a key to the consciousness level also. നമുക്ക് എന്തെങ്കിലും ഒന്ന് അറിയണമെങ്കിൽ അബൌട്ട് കോൺഷ്യസ്നെസ്, ഡീപ് സ്ലീപ്പ് ആണ് കീ ടു ദറ്റ്. അതെന്താണെന്നൊരു അറിയാൻ ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അത്ര ഡീപ് സ്ലീപ്പ്. കാരണം ശരിക്കും അവർ പറയുന്നതാണല്ലോ. കാരണം ഒന്നിൽ നമ്മളെ മൈൻഡ് ഓഫായി വരുമ്പോൾ രണ്ട് രീതിയിൽ നടക്കാം. ഒന്ന് നിങ്ങൾക്കൊന്ന് നമുക്ക് ഉറക്കം വരാം, അത് നമുക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ മെഡിറ്റേഷൻ. അപ്പം ഒന്നില്ലെന്ന് പറയുന്നത് കംപ്ലീറ്റ് ഓഫായി, മൈൻഡ് ഓഫായി പോകുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഇതങ്ങ് മൈൻഡ് ഇല്ല ഇത് പോകുമ്പോൾ നമ്മൾ റിലാക്സിങ് ഇതിൽ പോകുന്നു. എന്നാൽ ആ സമയത്ത് തന്നെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ആ ഒരു അപ്പോഴാണ് സെൻസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം മൈൻഡ് ഓഫ് ആണെന്ന് പറഞ്ഞാലും ടോട്ടലി ഓഫ് അല്ല. അതുകൊണ്ടാണ് എന്തോ ഒന്ന് അറിയുന്നവൻ പോലെ ഒരുത്തൻ ഉണ്ടോടെ. അത് സംതിങ് ഫ്രം ദാറ്റ്, ആ ജീവാത്മാവിന്റെ വല്ലതും കുറച്ചുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും എന്തോ ഒക്കെ ചിലതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പോയിന്റിലേക്ക് വരാം. ഇദ്ദേഹം അതാണ് പറഞ്ഞു വന്നത്. ഈ പറയുന്ന ഇത് രണ്ട് ധ്രുവങ്ങളും ആത്മാവ് സദാ നിലനിൽക്കുന്നതാണ്. പഞ്ചകോശങ്ങള് ഉള്ളപ്പോഴും ഉണ്ട്, ഇല്ലെങ്കിലും അതുണ്ട്. അതാണ് വ്യത്രിക അസോസിയേറ്റഡ് ഡിസോസിയേറ്റഡ് എന്ന പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞു വരുന്നത്. പിന്നെ അത് അവിടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ആ മെട്രിക്സിലേക്ക് പോവുകയാണ്. അപ്പം അതിൻ്റെ അകത്ത് ഇത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് പോസിബിലിറ്റീസ് വിത്തിൻ എ മെട്രിക് സിസ്റ്റം. അപ്പൊ പോസിബിലിറ്റീസ് ആദ്യം ഇങ്ങനെ ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള, അതായത് മാട്രിക്സ് ഓർ മെഷ് എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്ന ആ പിന്നെ എന്താണ് ആബ്സല്യൂട്ടിന്റെ ആ മാട്രിക്സ് ആണ്, ആ ഒരു സ്പേസ് ആണ്. ഓർ ദ ഇറ്റ് ഇസ് ദ സിസ്റ്റം sort of or realm you can say, or the domain which allows something to develop. That is a matrix. അപ്പോൾ ആ ഡൊമെയിൻ എന്ന് പറയുന്നത് ആബ്സല്യൂട്ടിന്റെ ആ കോൺഷ്യസ്നെസ് ലെവലാണ്. അപ്പോൾ അവിടെ അങ്ങനെ നമ്മൾ പിന്നെ വെർട്ടിക്കലി അറേഞ്ച്ഡ്, അവിടെ നമ്മൾ ആ തലത്തിൽ നിന്ന് അവിടെ നിന്ന് നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്യോ എന്തെങ്കിലും വരുന്ന തോട്ട്സ്, ആ ഒരു ഇന്റലിജൻസ് ലെവലിൽ കിട്ടുന്ന ചില കാര്യങ്ങൾ അത് വെർട്ടിക്കലി നമുക്ക് കിട്ടുന്നു. അപ്പോൾ അവിടുന്ന് നിന്ന് കിട്ടുന്ന ആ സ്പെക്കുലേഷൻസ് then you to get connected to that horizontal part, counterpart. അപ്പോൾ അതെന്തോ ആയിരിക്കും, ആ വിസിബിൾ പാർട്ടിന്റെ അതായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ആ തലത്തിൽ നിന്ന് ഇങ്ങോട്ടും വരണം, ഇവിടെ നിന്ന് അങ്ങോട്ടും പോകണം. അപ്പോൾ മറ്റേ തലത്തിലോട്ട് വരുമ്പോൾ പ്രോബബിലിറ്റീസ് ആണ് അത്രയും, അല്ലെങ്കിൽ മറ്റേ വെർട്ടിക്കൽ ലെവലിൽ നിന്ന് നോക്കുവാണെങ്കിൽ പോസിബിലിറ്റീസ് ആയി എടുക്കുന്നു. മറ്റേത് വിസിബിളിന്റെ അവിടെ ആണെങ്കിൽ നമ്മൾ ആ ലെവലിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പ്രോബബിലിറ്റീസ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇത് രണ്ടും പിന്നെ ഈ മാട്രിക്സിൽ ഇത് രണ്ടും നടക്കുമ്പം പിന്നെ ലോജിക്കൽ മാട്രിക്സിൽ സയന്റിഫിക് തോട്ട്സ് അപ്പ് ആൻഡ് ഡൗൺ നോക്കണം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെയാണ്. ഓർക്കുന്നുണ്ട് പണ്ട് നമ്മൾ പറഞ്ഞില്ലേ, ഒബ്സർവേഷൻ കണ്ടിട്ട് കൺസെപ്റ്റ്സ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ നേരെ മറിച്ച് കൺസെപ്റ്റ്സ് പഠിച്ചു, ഗോട്ട് ഇറ്റ് ആസ് ഫ്രം എംപിറിക്കലി യു ഗോട്ട് സം ലോ, ദാറ്റ് ലോ ടു കൺഫേം യു വിൽ ഡു സം എക്സ്പെരിമെന്റ് ആൻഡ് ദെൻ അറൈവ് അറ്റ് സം ഡേറ്റ. അങ്ങനെ വരുന്നത് ഡിഡക്റ്റീവ് ആണ്. മറ്റേ ആദ്യത്തെ എന്താണ്, ഒബ്സർവേഷനിൽ നിന്ന് ലോയിലോട്ട് വരുന്നു, സിദ്ധാന്തത്തിലോട്ട് വരുന്നു, അത് ഇൻഡക്റ്റീവ് ആണ്. നമ്മളെ ചിന്തിച്ച് എടുക്കുന്നു. നേരെ മറിച്ച് ആ കിട്ടിയ സിദ്ധാന്തം വെച്ച് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്ന ചില എക്സ്പെരിമെന്റ്സ്, അതിന് യോജിച്ച കണ്ടീഷൻസ് പറയുന്നത് പോലെ, എന്നിട്ട് പിന്നെ കിട്ടുന്ന ഡേറ്റ ഒബ്സർവബിൾസ്, അത് ഡിഡക്റ്റീവ് ആണ്. അപ്പൊ ഈ രീതിയിൽ ഡയലക്റ്റിക് തിങ്കിങ് പോലെ നമ്മുടെ തിങ്കിങ് അങ്ങനെയും സയന്റിഫിക് തോട്ട്സ് ഇൻഡക്റ്റീവായിട്ടും ഡിഡക്റ്റീവായിട്ടും പോകുമ്പോഴും അത് നടക്കുന്നത് ഇൻ സെൻട്രൽ പാർട്ട് സെർട്ടിറ്റ്യൂഡ് ഉള്ള ഒരു റീജിയൻ ആണ്, വേർ ദാറ്റ് കോൺഷ്യസ്നെസ് ലെവലോ മറ്റേ എന്താണ് പറയാ ആ ഒരു ലെവലിലാണ് അത് നടക്കുന്നത്, വിതിൻ ദ 4 walls ഓഫ് ദി സ്ട്രക്ചർ. കാരണം ആ പ്രോബബിലിറ്റി, if one thing is probable, there will be something which is improbable. Probability and improbability രണ്ടും സാധിക്കും. അതുപോലെ തന്നെ
there is a negative and a positive probability. അതുപോലെ തന്നെയാണ് പോസിബിലിറ്റിക്കും നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് പോസിബിലിറ്റി ഉണ്ടാകാം. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ 4 പിന്നെ ആ 4 ബൗണ്ടറിക്കുള്ളിൽ ഉണ്ടാവുന്ന ഈ ഡിഡക്റ്റീവ് ഇൻഡക്റ്റീവ് വേ ഓഫ് തിങ്കിങ് ഓർ ദ ഡയലക്റ്റിക്കൽ വേ ഓഫ് തിങ്കിങ്, അതൊക്കെ പിന്നെ we can get certitude or we can get from that certain സിദ്ധാന്തങ്ങൾക്കൊക്കെ ഒരു certitude ഉള്ളതാണ് എന്നാണ് അവര് പറയുന്നത്. എനിക്ക് തോന്നുന്നത് പ്രോബബിലിറ്റി ഇരിക്കുന്നത് അല്ലേ? എന്തോ വെർട്ടിക്കൽ ആക്സിസ് ആണോ പ്രോബബിലിറ്റി വരുന്നത്? പോസിബിലിറ്റി ഹിയർ സീ ദാറ്റ് ഫസ്റ്റ് പാരഗ്രാഫ്, അതിന് മുമ്പുള്ള പാരഗ്രാഫ് നോക്കാം. ഹിയർ ദ റീസണിംഗ് മൂവ്സ് വെരി സട്ടിലി ആൻഡ് ഇമാജിനേറ്റീവ്ലി, ഗോയിങ് ഫസ്റ്റ് ടു പോസിബിലിറ്റീസ് which are vertically arranged in a mesh or matrix, as it were. അങ്ങനെ ആദ്യം പോവും. Then backward to the corresponding horizontal counterpart which represent the total field within which probabilities have to establish themselves. അത് എവിടെയാണ് വായിക്കുന്നത്? That പഞ്ചദശി എന്നൊക്കെ എഴുതിയിരിക്കുന്നില്ലേ? ഊഹ ബോഹ കഴിഞ്ഞിട്ട് പഞ്ചദശി കഴിഞ്ഞിട്ട് പിന്നെ അന്വയ അത് കഴിഞ്ഞിട്ട് ഓക്കെ. റീസണിംഗ് മൂവ്സ് സബ്ട്ലി ഇമാജിൻ ഫസ്റ്റ് ടു പോസിബിലിറ്റീസ് വിച്ച് ആർ വെർട്ടിക്കലി അറേഞ്ച്ഡ് അല്ലേ? അതെ. പോസിബിലിറ്റിയില് വെർട്ടിക്കൽ ആണ്. വെർട്ടിക്കൽ എന്ന് പറയുന്നത് ആക്ച്വലി പ്യുവർ തോട്ട്സ് അല്ലേ? അതന്നെ. ദാറ്റ് ഈസ് സയന്റിഫിക് മറ്റേ തോട്ട്സ്, മറ്റേ ആ ലെവലിൽ നിന്ന് ഇൻറ്റ്യൂട്ടീവ് ആണ്. ഇൻറ്റ്യൂട്ടീവ് ആണ്. അപ്പൊ അതില് പോസിബിലിറ്റീസ് ആണ് വരുന്നത് അല്ലേ? അതാ പോസിബിലിറ്റീസ്. അപ്പം അതിന് അത് നടക്കും എന്നുള്ളത് എബിലിറ്റി ടു ഹാപ്പൻ, അതിനാണ് ഒരു കുറച്ചുകൂടെ ആ ആബ്സല്യൂട്ടിന്റെ ലെവൽ, കോൺഷ്യസ്നെസിന്റെ ലെവലിൽ നിന്നുകൊണ്ട് അവിടെ സ്പെക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റ്യൂട്ടീവായിട്ട് വരുന്നത് വാട്ട് വിൽ ഹാപ്പൻ എന്നാണ്. വാട്ട് ഇസ് ഏബിൾ ടു ദ പോസിബിലിറ്റി ഓഫ് ഹാപ്പനിങ്. മറ്റേതാണെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്, ഇത് ഇന്റേണൽ ആണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വരുമ്പം അവിടെ ഇറ്റ് ഇസ് ലൈക്ലി ടു ഹാപ്പൻ, ഇറ്റ് മേ നോട്ട് ഹാപ്പൻ ഓൾസോ. അതുകൊണ്ടായിരിക്കും അവർ പ്രോബബിൾ എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം. മനസ്സിലായി. അപ്പൊ ഈ മെട്രിക്സില് ഇവര് വരുന്ന പ്രോബബിലിറ്റി ആണോ വരുന്നത്? മെട്രിക്സ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, a field or a system where something is developing. For example, this dialectic thinking is developing, this intuitive this thing is developing, observation is developing. ആ ഒരു റെൽം അല്ലെങ്കിൽ ആ ഒരു ഡൊമെയിൻ എന്ന് വിചാരിക്കാം. അങ്ങനെ വിചാരിച്ചാലേ നമുക്ക് വല്ലോടത്തും ചെന്നെത്താൻ പറ്റത്തുള്ളൂ. മെട്രിക്സ് അല്ലാതെ എന്താണ് ഫ്ലക്സ് എന്ന് പറയുന്നത് അത് നമ്മുടെ എന്താണ് എന്തായിരുന്നു അത് സയന്റിസ്റ്റിന്റെ പേര്? ഹെറാക്ലിറ്റിയൻ ഫ്ലക്സ്. ഹെറാക്ലിറ്റസ് ആണ് ഫ്ലക്സ്. ഹെറാക്ലിറ്റിയൻ ഫ്ലക്സ് ഉണ്ടല്ലോ. ഫ്ലക്സ് they refer to 2 points which are opposites but they are interconnected but not identical. അവർ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, they can what is that many correspond, they can അതായത് ഇവ തമ്മിൽ ഒരു പിന്നെ റെസിപ്രോക്കേഷൻ ഉണ്ടാകാം. ഈ 2 പോയിന്റ്സ് തമ്മിൽ അവർ രണ്ടും തമ്മിൽ കോംപ്ലിമെന്റ് ചെയ്യാം. ഇപ്പം ഡയലക്ടിക്കൽ തിങ്കിങ്ങിലെ 2 ഒപ്പോസിംഗ് ഫാക്ടേഴ്സ്, വൺ ക്യാൻ കോംപ്ലിമെന്റ് ദി അതർ. ഒന്നിലില്ലാത്ത സാധനം മറ്റേതിന് സപ്ലൈ ചെയ്യാൻ പറ്റുമായിരിക്കും. വൺ വിൽ മേക്ക് അപ്പ് ഫോർ ദി അതർ. എന്നിട്ട് രണ്ടിന്റെയും തമ്മിൽ ഒരു സിമിലാരിറ്റി കാണുമായിരിക്കും. ദാറ്റ് ഈസ് കോറസ്പോണ്ടൻസ്. റെസിപ്രോസിറ്റി വിൽ ബി ഓൾസോ, പ്രത്യുപകാരവും ഉണ്ടാവും. പരസ്പരം വൺ വിൽ ബി സപ്പോർട്ടിങ് ദി അതർ. അങ്ങനെ ആ രീതിയിൽ ഈ കാര്യങ്ങളൊക്കെയാണ് എവിടെ നടക്കുന്നത്. ഈ പിന്നെ എന്താ ഈ 2 ഒപ്പോസിംഗ് ഫാക്ടർ
വന്ന് ജക്സ്റ്റപ്പോസ് ചെയ്ത് ഒരുമിച്ച് വരുന്നത്, പാരഡോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ കോ എക്സിസ്റ്റ് ചെയ്ത് വാല്യൂ ഫാക്ടർ വരുന്നത് അപ്പോഴാണ്. അങ്ങനെയാണ് ഈ ബോൾഡ് ഐഡിയാസ് ഒക്കെ ഇവോൾവ് ചെയ്ത് സയൻസിന്റെ സയൻസ് ഓഫ് ദ ആബ്സല്യൂട്ട് റീകൺസ്ട്രക്ട് ചെയ്ത് വരുന്നത്. അതായത് ഹോറിസോണ്ടലും വെർട്ടിക്കലും ഇവ തമ്മിൽ വന്ന് ഇങ്ങനെ രണ്ടും പരസ്പരം റെസിപ്രോക്കേറ്റ്, കോംപ്ലിമെന്റ്, കോമ്പൻസേറ്റ്, കോറസ്പോണ്ട്, 1:1 നേച്ചർ അങ്ങനെ വരുമ്പോൾ ആണ് ഇത് ശരിയായി വരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നടക്കുന്ന ആ ഒരു സ്പേസിലാണ്, ആ ഡൊമൈനിലാണ്, ആബ്സല്യൂട്ടിന്റെ ആ മാട്രിക്സിലാണ് അവിടെ നടക്കുന്നത്. അത് ഡയലക്റ്റിക്കലാണ്, ഇൻഡക്റ്റീവും ഡിഡക്റ്റീവും രണ്ടും ഇൻവോൾവ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ അവിടെ വരെ. അപ്പോൾ എന്തായിരുന്നു ഇതിന്റെ ഹെഡിങ്? അങ്ങനെ തന്നെ അല്ലായിരുന്നു. പോസിബിലിറ്റീസ് ആൻഡ് പ്രോബബിലിറ്റീസ് മീറ്റ് ഇൻ ദ മാട്രിക്സ് ഓഫ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻ കോസ്മോസ് ഓർ ഇൻ ലൈഫ് ഓർ ഇൻ നേച്ചർ, അതിന്റെ അവ തമ്മിലുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ബാഹ്യ ഫിസിക്കൽ ലെവലിലും മെറ്റാഫിസിക്കൽ ലെവലിലും, മെറ്റാഫിസിക്കൽ ലെവൽ പോസിബിലിറ്റീസ് എന്ന് പറയാം, പ്രോബബിലിറ്റീസ് എന്ന് പറയുന്ന ഫിസിക്കൽ ലെവലിലും ഈ രണ്ട് കാര്യങ്ങൾ ഡയലക്റ്റിക്കൽ ആയിട്ടുള്ളത് മീറ്റ് ചെയ്യുന്നത് ഈസ് ഇൻ ദറ്റ് ആബ്സല്യൂട്ടിന്റെ ഇവിടെ മീറ്റ് ചെയ്യുന്നത് മാട്രിക്സ്. ഈ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടു തിങ്സ്, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ, ഇതൊക്കെ ആണ് ഇവിടെ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ പറയുന്നത് ഈ ഗോസിയൻ കർവ്. പക്ഷെ ഈ ഗോസിയൻ കർവ് എനിക്ക് ഇങ്ങനെ, ഗോസിയൻ കർവ് ഒക്കെ നമ്മൾ പഠിക്കുന്നത് ഒരു ബെൽ ഷേപ്ഡ് ആണ്. പക്ഷെ ഇത് ബെൽ ഷേപ്ഡ് അല്ല, ഇതെന്തോ എസ് പോലെ ഉള്ളത്, ഈ ഇന്റഗ്രേഷന്റെ ഒക്കെ സൈൻ പോലെയാണ്. വി നൗ നോ ഓൾസോ ഓഫ് ദ മിസ്റ്റീരിയസ് ഗോസിയൻ കർവ് ഓഫ് പ്രോബബിലിറ്റീസ് ആസ് ഇറ്റ് which is a letter like S, elongated S പോലെ വലിച്ചിങ്ങനെ എഴുതിയിരിക്കുന്ന S, with a sloping line curving at its top towards the right and at its bottom towards the left. ഒരു സ്ലാന്റിങ് S പോലെ അതിന്റെ ആ നീളത്തിലായിരിക്കും, കർവ്ഡ് ലൈൻ പോലെ. S നമ്മൾ വലത്തോട്ടല്ലേ കർവ് ചെയ്യിപ്പിക്കുന്നത്, ഇതിങ്ങനെ നീണ്ട സൈഡിലോട്ട് ചരിഞ്ഞ് ചെറിയ കർവോട് അങ്ങനെ എഴുതുന്ന ഒരു S. This figure has emerged as a structural secret and is being extensively used by many modern writers in prognostics, അതായത് ഫോർട്ടൽ ചെയ്യുന്നത്, that prognostics of statistical probabilities, probability കുറിച്ച് പറയുന്നത്, പ്രോബബിലിറ്റിക്ക് വേണ്ടി ആ ഒരു സൈൻ ഉപയോഗിക്കുന്നുണ്ട് അത്ര. It has become a pleasant, beautiful and powerful weapon in the hands of modern speculators who wish to adhere as closely as possible to the norms and standards of science. പക്ഷെ അത് എന്താണ് അത് സിഗ്നിഫൈ, പ്രോബബിലിറ്റീസിനെ സിഗ്നിഫൈ ചെയ്യുന്നതാണ്. അപ്പം പ്രോബബിലിറ്റീസിനെ സിഗ്നിഫൈ ചെയ്യുന്നതാണ്. അപ്പൊ അത് അങ്ങനെ അവരെ ചില ഫങ്ഷൻസിന്റെ മുമ്പേ അവരങ്ങനെ the possibility of finding, for example, an electron in an atom at this distance, എന്നിട്ട് അവരെ ഡിസ്റ്റൻസ് തന്ന XYZ ഒരു ആംഗിളും ഒക്കെ തന്നിട്ട് പോസിബിലിറ്റി എത്ര ആണെന്ന് പറയുമ്പോൾ അവരിങ്ങനെ S പോലെ എഴുതും. എന്നിട്ട് അത് ആ പോസിബിലിറ്റി എത്ര ആണ്, ഇസ് ഇറ്റ് 0 or is it equal to 1, അങ്ങനെയൊക്കെ ഏതാണ്ട് ഉണ്ട്. അങ്ങനെയൊക്കെ ഈ ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ അങ്ങനെ ചെയ്യും അവര്. അപ്പൊ അതായിരിക്കും അവര് ഉദ്ദേശിക്കുന്നത് അവിടെ. So it tells it sort of statistical probabilities. അത് ഒരു സാധനം ഒരു ഏരിയയിൽ കാണപ്പെടുമോ, ഒരു ആറ്റമിനകത്തെ സബറ്റോമിക് പാർട്ടിക്കിൾ ആറ്റമിന്റെ സെൻട്രൽ ന്യൂക്ലിയസിൽ നിന്ന് ഇത്രയും അകൽച്ചയിൽ കാണാനുള്ള സാധ്യത ഉണ്ടോ, ആ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി അത് പറഞ്ഞു തരും. അതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ആ പ്രോബബിലിറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പ്രോബബിലിറ്റീസ് അപ്പോൾ അത് മെഷർ ചെയ്യുന്നതല്ലേ, നമ്മളത് മെഷർ ചെയ്യണം. എക്സും വൈയും എല്ലാം വാല്യൂ ഇട്ട് കൊടുക്കണം. അപ്പൊ അതും എന്താണ് ഈ കാൽക്കുലബിൾ ആണ്, കാൽക്കുലബിളും ഇന്റലിജിബിളും. അപ്പോൾ കാൽക്കുലബിൾ വെച്ച് കിട്ടുന്ന റിസൾട്ട് എന്താണോ അതനുസരിച്ച്
ഇൻറ്റ്യൂട്ടീവ് സ്പെക്കുലേഷൻ ചെയ്ത് ആ റിസൾട്ടിൽ വരണം. അതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. We could treat the same curve together with its natural negative counterpart for purposes of completing our അതാണ് ഇത് എനിക്കൊരു അല്പം മനസ്സിലാക്കാൻ പറ്റുക. കംപ്ലീറ്റിംഗ് അവർ thematic process of becoming. We could try in this way to fit these two aspects into fourfold. ഈ ഒരു പാട്ട് അല്പം ഇതിനകത്ത് ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ മെറ്റാഫിസിക്കലിന്ന് ഫിസിക്കൽ സൈഡിലോട്ടാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യുമ്പം ആ പ്രോബബിലിറ്റി നമുക്ക് കിട്ടിയതും ആ പ്രോബബിലിറ്റിയുടെ പിന്നെ നെഗറ്റീവ് കൗണ്ടർ പാർട്ടും അത് രണ്ടും എടുക്കുമ്പം ഇറ്റ് ഈസ് ഇക്വലന്റ് ടു ചേഞ്ച് ഓവർ ഫ്രോം metaphysical to the physical side of the total knowledge situation. അപ്പോൾ അവിടെ അങ്ങനെയും ഒരു ഇന്റർസെക്ഷൻ ക്രോസിംഗ് ആസ് ഇറ്റ് were of two circuits at the point of origin. Point of origin അതായിരിക്കും നമ്മുടെ ആബ്സല്യൂട്ടിന്റെ ആ ഫീൽഡ്. Treating together probabilities and possibilities, we find roughly emerging into a view of structural pattern more or less resembling a figure of 8. അതോടെ എനിക്ക് അല്പം ഒന്ന് മനസ്സിലാക്കാൻ അത് ഒരു ഇത് വരുന്നുണ്ട്, എങ്ങനെ ഫിഗർ ഓഫ് 8 വരുന്നതെന്ന്. അതൊന്ന് ഡെപ്തിലേക്ക് പോണോ അതിന്? അത് അങ്ങോട്ട് നമുക്ക് അവിടെ അത് വേണ്ട. ഈ പ്രോബബിലിറ്റി പോസിബിലിറ്റി വെച്ച് നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പിന്നെ പോകാം. അതെ. അപ്പോ ആ ഒരു പോയിന്റ് നമുക്ക് അങ്ങ് ദാറ്റ് വി വിൽ റീഡ് ലേറ്റർ കിട്ടുവാണെങ്കിൽ ഇൻറ്റ്യൂട്ടീവ് ഇൻസൈറ്റ്, അതെ അത് കുറച്ചുകൂടി നമുക്ക് അടുത്ത്, കാരണം ഇതിന് അങ്ങനെ അങ്ങ് വിടാനും പറ്റത്തില്ല. കാരണം ഈ ഫിഗർ ഓഫ് 8 കഴിഞ്ഞിട്ട് അവർ പറയുന്നുണ്ട് the full justification for such a figure of 8 put forward here stands, we admit, on the ground of uha-poha, intuitive insight. Uha-poha is intuitive insight, which according to Shankara one must possess in order to be fit for the study of Atmavidya or the science of the self. അപ്പോൾ ഈ ഊഹാപോഹ നമ്മൾ അല്ലെങ്കിൽ അന്വയ വ്യതിരക എന്ന് പറയുന്നത് we have to apply that is that intuitive insight into especially the modern man or the modern scientist should think of their results and all that in that way. രണ്ടും കണക്റ്റഡുമായിട്ടും ഡിസ്കണക്റ്റഡ് ആയിട്ടുമുള്ള രീതിയിൽ രണ്ട് രീതിയിലുള്ള ആ ഇൻറ്റ്യൂട്ടീവ് സൈറ്റ് കിട്ടിയാലേ ഉള്ളൂ, അങ്ങനെ ചിന്തിച്ചാലേ ഉള്ളൂ that they can have a knowledge of the real, that is the consciousness-നെ കുറിച്ചുള്ള അതിന്റെ ആ എക്സ്പീരിയൻസും അവർക്ക് കിട്ടുള്ളൂ. ആ ലെവലിൽ പോയിട്ട് അതിനെ അറിയാൻ പറ്റുള്ളൂ. ആത്മവിദ്യ ഇസ് ദ നോളജ് ഓഫ് ദ സെൽഫ്, അതേ കിട്ടുള്ളൂ. ഓർ ദ സയൻസ് ഓഫ് ദ സെൽഫ്. എന്തോ ശരി ശരി ഓക്കെ ഓക്കെ ഓക്കെ. So next remaining we will do tomorrow. Okay. We humbly bow and surrender ourselves to the all-pervading, all and ever-pervading effulgence of the Absolute. Love, bliss. Hari Om.